രാത്രി 9 മണിയായപ്പോഴാണ് ബോധം വന്നത്. വീടിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഉത്സവത്തിനേക്കാൾ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആനയുണ്ട് പോലും. എന്നാ കാണാൻ പോയാലോ? എവിടെ പോയാലും ലിപ്സ്റ്റിക് മുഖ്യം ഇടാ, വേറെ ഒന്നിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും. രാത്രി 9:30 സമയം. സുസുക്കി ചെരുപ്പൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ബിവറേജസിന്റെ ക്യൂ കണ്ടാ. അത് കണ്ടിട്ട് ഞാൻ എടുത്തതാ വീഡിയോ. ഞങ്ങൾ ബൈക്കിലാണ് എല്ലായിടയ്ക്കും പോകുന്നത്, കാരണം ഞങ്ങൾക്ക് ബൈക്കാണുള്ളത്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഓടക്കുഴൽ പുല്ലാങ്കുഴൽ കച്ചേരി ഉണ്ടായിരുന്നു. കുറേ ആളുകളൊന്നും അമ്പലത്തിലുണ്ടായിരുന്നില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ദേ വന്നടാ ഗജരാജ വീരൻ. വാവ്, എന്ത് രസ! ആനേനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, എന്ത് രസം! ആന ആൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താണ് കൊടുത്തത് കണ്ടോ? എന്തൊരു ഇതല്ലേ ഈ ആനക്ക് മതമുളകുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലേ? അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആന ഇങ്ങനെ നിന്നതും ആളുകളോട് അത് ഈ തിന്നുന്നത് കാണാനുണ്ടല്ലോ ഒരു പ്രത്യേക രസം. അത് നോക്കിക്കൊണ്ടിങ്ങനെ എത്ര സമയമായിരുന്നു പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ വേറെ തന്നെ ഇതാട്ടാ. മറ്റേ സെൽഫി എടുക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തു. പിന്നെ നമ്മൾ പോയിടാ ചന്തയിൽ. നമ്മുടെ മെയിൻ ഉദ്ദേശം തന്നെ അതല്ലേ, ചന്തയിൽ പോയി എന്തെങ്കിലും പഠിക്കും. പക്ഷെ ഒന്നും പഠിച്ചില്ല. തിന്നുന്ന സ്ഥലത്ത് പോയിട്ട് തനു ഓരോന്ന് വീതം തൊട്ട് പപ്പ നോ 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 പറഞ്ഞു. പിന്നെ നേരെ ഒരു ബേക്കറിയിൽ പോയിട്ട് ഒരു കട്ട്ലേറ്റ് തിന്ന് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ഐസൊക്കെ തിന്നു. രാത്രി 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബൈക്കിൽ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പക്ഷെ 10:30 ആകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തി. കേട്ടോ, ബൈ ബൈ.